ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സീനിയർ സിറ്റിസൺ ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ ഒരു കാർഡ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അതിലൊന്നാമതായിട്ട് യാത്രാ ഇളവ്, ബാങ്കുകളിൽ കൂടുതൽ പലിശ, ആശുപത്രിയിൽ മുൻഗണന എന്നിങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് സീനിയർ സിറ്റിസൺ ഐഡൻറ്റിറ്റി കാർഡ്? ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക? എങ്ങനെയാണ് ഇതിനു വേണ്ടി അപേക്ഷിക്കേണ്ടത്? എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇതിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുക? എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും ഈ വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കൂടെ കൂട്ടിയേക്കണേ. ആദ്യം തന്നെ നമുക്ക് എന്താണ് സീനിയർ സിറ്റിസൺ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് മനസ്സിലാക്കാം. സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ഔദ്യോഗികമായി തിരിച്ചറിയാനുള്ള കാർഡാണ് സീനിയർ സിറ്റിസൺ ഐഡൻറ്റിറ്റി കാർഡ്. ഇത് വെറും പ്രായം തിരിച്ചറിയാനുള്ള ഒരു കാർഡല്ല. നേരെ മറിച്ച് ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ആശുപത്രി സൗകര്യങ്ങൾ, അതുപോലെ ബാങ്കിംഗ് ഇളവുകൾ, യാത്രാ ഇളവുകൾ എന്നിങ്ങനെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ സാമ്പത്തിക സഹായം നേടാനും സർക്കാർ ഓഫീസുകളിൽ പ്രത്യേകം മുൻഗണന ലഭിക്കാനുമുള്ള ഒരു കാർഡ് കൂടിയാണ് സീനിയർ സിറ്റിസൺ ഐഡൻറ്റിറ്റി കാർഡ്. ഇനി നമുക്ക് ഈ കാർഡിലൂടെ ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ട്രാവൽ ബെനിഫിറ്റ്, അതായത് യാത്രാ ആനുകൂല്യം. KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഇളവുകൾ ലഭ്യമാണ്. നിബന്ധനകൾക്കനുസരിച്ചായിരിക്കും ഈ ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോവർ ബർത്ത് സീറ്റിൽ പ്രത്യേക മുൻഗണന ലഭിക്കും. അതുപോലെ ചില എയർലൈൻ കമ്പനികൾ അടിസ്ഥാന നിരക്കിൽ പ്രത്യേക ഇളവുകളും നൽകാറുണ്ട്. ഇനി നമുക്ക് ബാങ്കിങ്ങിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കൂടുതൽ പലിശ നേടാൻ സാധിക്കും. അതുപോലെ ബാങ്കുകളിൽ FD ഇടുമ്പോഴും അതുപോലെ സ്ഥിര നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും നിങ്ങളുടെ കയ്യിൽ സീനിയർ സിറ്റിസൺ കാർഡ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു മുതിർന്ന പൗരനാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബാങ്കിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പലിശ നേടാൻ ഇതുവഴി സാധിക്കും. ഇനി മൂന്നാമത്തെ ആനുകൂല്യം നോക്കുകയാണെങ്കിൽ ആദായ നികുതി ഇളവ്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന നികുതി ഇളവ് ലഭ്യമാണ്. അതുപോലെ നാലാമത്തെ ആനുകൂല്യം എന്താണെന്ന് നോക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അതായത് നമുക്കറിയാം, കേരളത്തിൽ നിരവധി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലൊരു കാർഡ് ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി നേടാനും സഹായിക്കും. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാത്തവർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കാർഡ് പ്രൂഫായി വെച്ച് വാർദ്ധക്യ പെൻഷൻ നേടാവുന്നതാണ്. അഞ്ചാമതായി ഇനി ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടെന്ന് നോക്കാം. നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രത്യേക മുൻഗണന നേടാൻ സാധിക്കുന്നതാണ്. എല്ലാ സ്വകാര്യ ആശുപത്രികളിലും പോലെ തന്നെ ലാബ് ടെസ്റ്റുകൾ, പരിശോധനകൾ എന്നിവയൊക്കെ തന്നെ ഇതിൽ ഈ കാർഡിലൂടെ ഇളവ് ലഭിക്കും. സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇളവ് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യം ഈ കാർഡിലൂടെ നേടാൻ സാധിക്കും. ഇനി നമുക്ക് നിയമപരവും ഭരണപരവുമായ മുൻഗണന എന്തെല്ലാമെന്ന് നോക്കാം. നമുക്കറിയാം, സർക്കാർ ഓഫീസുകളിൽ എന്തെങ്കിലും ആവശ്യവുമായി പോവുകയാണെങ്കിൽ നിങ്ങൾ ക്യൂ നിൽക്കേണ്ട ആവശ്യം ഈ കാർഡുണ്ടെങ്കിൽ വരുന്നില്ല. അതുപോലെ കോടതികളിൽ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ നേരത്തെ പരിഗണിക്കും. ഇനി നമുക്ക് ഈ കാർഡ് നേടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കേരള സീനിയർ സിറ്റിസൺ കാർഡ് ലഭിക്കാൻ ആദ്യത്തെ മാനദണ്ഡമാണ് നിങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന് 60 വയസ്സ് പൂർത്തിയായിരിക്കണം. മാത്രമല്ല ഭിന്നശേഷിയുള്ള മുതിർന്ന പൗരന്മാർക്കും ഈ ഒരു കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. ആധാർ കാർഡ്, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ നൽകാവുന്നതാണ്. അതുപോലെ അഡ്രസ് തെളിയിക്കുന്ന പ്രൂഫ് നൽകേണ്ടതുണ്ട്. റേഷൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകണം. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഈ കാർഡിന് വേണ്ടി ഓൺലൈനായും ഓഫ്ലൈനായും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും താലൂക്ക് ഓഫീസുകൾ വഴിയും സാമൂഹിക നീതി വകുപ്പിൻ്റെ ഓഫീസുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും.
വീട്ടിലിരുന്ന് തന്നെ സ്മാർട്ട് ഫോൺ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനായി സർക്കാർ സേവന ഈ ഡിസ്ട്രിക്ട് കേരള പോർട്ടൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.